ഹലോ ഗൈസ്, നമ്മളിന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു നോൺ മെഡിക്കൽ ഫീൽഡിൽ വരുന്ന കോഴ്സാണ്. ബേസിക്കലി ഇതൊരു മാനേജീരിയൽ കോഴ്സ് ആയിരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും വരുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീങ്ങിന്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു ലൈഫ് നോക്കിയാൽ തന്നെ ഹോസ്പിറ്റലിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു എല്ലാ മേഖലയും തമ്മിൽ കണക്ട് ചെയ്യേണ്ടി വരും. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റോൾ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സും ഷുഗർ ടാക്സ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, GDP കാൽക്കുലേഷൻ എന്ന ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ A to Z വരെയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് അസൈൻ ചെയ്യുക, സർജിക്കൽ അല്ലെങ്കിൽ ഫാർമസി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ വരുന്ന ഒരു ജോബ് റോള്. നമ്മൾ ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 എബോവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്ര ബെറ്റർ ആണോ അതനുസരിച്ച് നമുക്ക് പോസ്റ്റ് കിട്ടും. പോസ്റ്റിൽ ഹയർ ലെവൽ പോസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ +2 ആണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാലറി പാക്കേജ് വരുന്ന എത്രയാന്ന് പറഞ്ഞാൽ 2.5 lakh to 6.5 lakh വരെയാണ് പെർ ആനം നമുക്ക് സാലറി പാക്കേജ് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ആണെങ്കിൽ നമുക്ക് +2 ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഹയർ ലെവൽ പോസ്റ്റിലോട്ട് നമുക്ക് ജോബ് കിട്ടും. പ്യൂൺ തൊട്ട് PRO വരെയുള്ള പോസ്റ്റാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് അവോയ്ഡഡ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. അത് MCA NSDC അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്സ് ആണ്. കൂടാതെ തന്നെ ഫാഷി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അവോദയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. JAP എന്ന് പറഞ്ഞ ഒരു ജോബ് ആക്സിലേഷൻ പ്രോഗ്രാം വഴിയാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് നമ്മുടെ ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിനേക്കാളും ഒരു അഡ്മിഷൻ ഫീനേക്കാളും ഏറ്റവും കുറവാണ് നമ്മൾ വാങ്ങിക്കുന്ന അഡ്മിഷൻ ഫീ. നമ്മുടെ ടോട്ടൽ ഫീ വരുന്നത് 12,800 ആണ്. അതിൽ നമ്മൾ അഡ്മിഷൻ ഫീ ആയി 2,800 മാത്രമാണ് പേ ചെയ്യേണ്ടത്. അതിനുശേഷം ബാക്കി വരുന്ന 10,000 rupees നമുക്ക് ആഫ്റ്റർ ജോബ് കിട്ടിയതിന് ശേഷം മാത്രം പേ ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ ഒരു ജോബ് കിട്ടിയതിന് ശേഷം മാത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്.